നമ്മൾ ആദ്യമായിട്ട് കോഴിക്കറി വെച്ച് ഓർക്കുന്നുണ്ട്. അന്ന് കുഞ്ഞാഞ്ഞ ഭയങ്കര വികൃതിയാണ്. അവൻ എപ്പോഴെങ്കിലും കോഴിയെ തിന്നാൻ കൊതി തോന്നുമ്പോൾ അവന് ഒരു കല്ലെടുത്ത് കോഴിക്കട്ട ഏറ് കൊടുക്കും. ഒന്നെങ്കിൽ കോഴിയുടെ കാലൊടിയോ അല്ലെങ്കിൽ കഴുത്തൊടിയോ. എന്നിട്ട് പപ്പയോട് പോയി പറയൂലേ കാലൊടിഞ്ഞു എന്ന് പറയും. പപ്പയ്ക്കൊന്നും കോഴീനൊന്നും കൊല്ലുന്ന ശീലമില്ല. കുഞ്ഞാഞ്ഞ തന്നെയാണ്. അമ്മയുള്ള സമയത്ത് സാധാരണ കുഞ്ഞാഞ്ഞ കല്ലെടുത്ത് കയറുക. അപ്പം അമ്മ എപ്പോൾ ഉണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കിക്കൊള്ളുമല്ലോ. അപ്പോൾ ഒരു ദിവസം അമ്മ വീട്ടിലില്ലാത്ത സമയത്താണ് കുഞ്ഞാഞ്ഞ കാലൊടിച്ചത്. അങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ വന്ന് പറഞ്ഞു കോഴിയെ കൊന്നതാണ്. അപ്പം ഞങ്ങൾക്കറിയില്ലല്ലോ. എല്ലാവരോടും ചോദിച്ചപ്പോൾ ലവലിക്കും അറിയില്ല. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നല്ലൊരു ചിക്കൻ ചുക്കയുടെ റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ വെറൈറ്റി ഡിഷുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾക്ക് പല രീതിയിൽ നമ്മൾ ചിക്കൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ടേസ്റ്റി ആയിട്ടാണ് ഞങ്ങൾ ചിക്കൻ ചുക്ക തയ്യാറാക്കുന്നത്. വ്യത്യസ്തമായ കുറച്ച് രുചിക്കൂട്ടുകളൊക്കെ അങ്ങോട്ടൊക്കെ മാറിയൊക്കെയാണ് ഞങ്ങളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി വീടുകളിലൊക്കെ നമ്മൾ കടയിൽ പോയിട്ട് കോഴിയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതേ രീതിയിലൊക്കെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു 500 ഗ്രാം ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതിൽ കുറച്ച് കളർ കിട്ടാൻ കാശ്മീരി മുളക് പൊടി. അപ്പം ഞങ്ങളിത് കടയിൽ നിന്നൊക്കെ മുളകായിട്ട് വാങ്ങിയിട്ട് നന്നായിട്ട് കഴുകിയും ഒക്കെ ഉണക്കി എടുത്തു വെച്ചാണ്. അപ്പം പാക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ എല്ലാ പാക്കറ്റിലെ പൊടികളൊക്കെ നല്ലതാണെന്ന് അറിയില്ല. അപ്പം കുറച്ച് പാക്കറ്റിലൊക്കെ ചിലപ്പോൾ നല്ല പൊടികളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നല്ലത് വാങ്ങാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ ഗരം മസാലയും ഞങ്ങൾ നന്നായിട്ട് വീട്ടിൽ അതിൻ്റെ വ്യഞ്ജനങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കഴുകി ഉണക്കി ഞങ്ങൾ വറുത്ത് പൊടിച്ച് എടുത്തതാണ്. അപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും. നമ്മൾ വീടുകളിലൊക്കെ ഇതുപോലെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ നല്ല ഡെപ്പിലൊക്കെ ഇട്ട് വെച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നാരങ്ങാനീര് വേണം. അതുപോലെ തന്നെ സവോള, പിന്നെ പെരിഞ്ജീരകം നമ്മൾ ഇവിടുന്ന് മേടിച്ചതൊക്കെയാണ്. അപ്പോൾ ഒരു ചെറിയൊരല്പം പെരിഞ്ജീരകം. പിന്നെ നമുക്ക് അതുപോലെ തന്നെ മുളക് പൊടി, എരിവിന് വേണ്ടി മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമ്മളെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചിക്കൻ നമുക്ക് 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് സവോള ഫ്രൈ ചെയ്തെടുക്കണം. സവോള ഫ്രൈ ചെയ്തതും കൂടെ ഈ മിക്സിലേക്ക് ചേർത്തിട്ടാണ് നമ്മൾ അരമണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒന്ന് സവോള നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതിനുവേണ്ടി ഞങ്ങൾ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ 3 സവോളയാണ് കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് 2 സവോള നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കാം. ഒരു സവോള നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് വഴറ്റുന്ന കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് ഈ സവോള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്തെടുത്ത സവോള നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ രുചിക്കൂട്ടുണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഈ ചിക്കൻ ചുക്കയ്ക്ക് നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. സവോള നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഈ മിക്സ് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് സവോളയുടെ മൊരിഞ്ഞ മണം. നമ്മൾ ബൗളിൽ 500 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് മാരിനേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി കുരുമുളക് പൊടി ഇടാം അല്ലേ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ബൗളിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ സാധാരണ മുളക് പൊടി. കൂടത്തിൽ തന്നെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും 1 സ്പൂണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ചിക്കനിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവോള അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു നാരങ്ങയുടെ നീരും കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. കൈ ഉപയോഗിച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ചിക്കൻ നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയുടെ ഒക്കെ കളറൊക്കെ നന്നായിട്ട് കാണാം അല്ലേ. സവോള ഫ്രൈ ചെയ്തതിൻ്റെ നല്ല ഡാർക്ക് കളർ അല്ലേ. അപ്പോൾ കാണാൻ നല്ലൊരു ശേലമുണ്ട്. ഇനി 15 മിനിറ്റ് വരെ നമുക്കത് മാറ്റി വെക്കാം. മാറ്റി വെച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ആ മസാലയൊക്കെ പിടിച്ച ചിക്കന് നല്ലൊരു കളറൊക്കെ വന്ന് ആ മസാലകളൊക്കെ ആ ചിക്കനിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം യഥാർത്ഥ ടേസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കണം. അതിന് ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റിലേക്ക് മാറ്റി വയ്ക്കാം.
ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ച് സവോളയും പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയ ശേഷം അതിനായിട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കനോട് ചേർത്താണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ മാരിനേറ്റ് ചെയ്ത സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവോളയൊന്ന് വഴറ്റി കിട്ടാൻ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. നമുക്കൊരു നുള്ള പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവോള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള ഉപ്പ് നമ്മൾ നേരത്തെ കുറച്ച് ചേർത്തിരുന്നു. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-3 പച്ചമുളകും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമായിട്ട് കോഴിക്കറി വെച്ച് ഓർക്കുന്നുണ്ട്. അന്ന് കുഞ്ഞാഞ്ഞ ഭയങ്കര വികൃതിയാണ്. അവൻ എപ്പോഴെങ്കിലും കോഴിയെ തിന്നാൻ കൊതി തോന്നുമ്പോൾ അവന് ഒരു കല്ലെടുത്ത് കോഴിക്കട്ട ഏറ് കൊടുക്കും. ഒന്നെങ്കിൽ കോഴിയുടെ കാലൊടിയോ അല്ലെങ്കിൽ കഴുത്തൊടിയോ. എന്നിട്ട് പപ്പയോട് പോയി പറയൂലേ കാലൊടിഞ്ഞു എന്ന് പറയും. പപ്പയ്ക്കൊന്നും കോഴീനൊന്നും കൊല്ലുന്ന ശീലമില്ല. കുഞ്ഞാഞ്ഞ തന്നെയായിരുന്നു. അമ്മയുള്ള സമയത്താണ് സാധാരണ കുഞ്ഞാഞ്ഞ കല്ലെടുത്ത് കയറുക. അപ്പം അമ്മ എപ്പോൾ ഉണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കിക്കൊള്ളുമല്ലോ. അപ്പോൾ ഒരു ദിവസം അമ്മ വീട്ടിലില്ലാത്ത സമയത്താണ് കുഞ്ഞാഞ്ഞ കാലൊടിച്ചത്. അങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ വന്ന് പറഞ്ഞു കോഴിയെ കൊന്നതാണ്. ഇപ്പം ഞങ്ങൾക്കറിയില്ലല്ലോ. എല്ലാവരോടും ചോദിച്ചപ്പോൾ ലാവിലിക്കും അറിയില്ല. അങ്ങനെ ഞങ്ങൾ അമ്മേനെ വിളിച്ച് ഫോണിൽ ചോദിച്ചു. അന്ന് ഞങ്ങൾക്ക് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ, മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തൊരു സമയമാണ്. അങ്ങനെ അമ്മയെ വിളിച്ചിട്ടാണ് അമ്മ ഫോണും എടുക്കണില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അമ്മ തിരിച്ച് വിളിച്ചു അമ്മയോട് ചോദിച്ചു അമ്മ എങ്ങനെയാണ് കോഴിക്കറി വെക്കുന്നത്. ഇങ്ങനെ കുഞ്ഞാഞ്ഞ ഏറ് കൊടുത്തു കാലൊടിഞ്ഞു പോയെന്ന്. അങ്ങനെ അമ്മ പറഞ്ഞു തന്നു. ഞങ്ങൾ എഴുതി വെച്ച് ഞങ്ങൾ അന്ന് ആദ്യമായിട്ട് കോഴിക്കറി ഉണ്ടാക്കി. അന്ന് ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റും വന്നു. അപ്പോൾ കപ്പയൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ കപ്പ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കപ്പയെ ഈ കോഴിക്കറിയുടെ കൂട്ടിയിട്ട് വന്ന ഗസ്റ്റ് ഞങ്ങൾ കൊടുത്തു. നല്ല കറി അന്ന് പറഞ്ഞ ആ മനുഷ്യൻ വന്നയാൾ. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിച്ചത് അങ്ങനെയാണ്. സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമുക്കൊരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ആ സമയത്ത് ഞങ്ങൾ ചേർത്തില്ലായിരുന്നു. ഇപ്പോൾ ഈ സമയത്ത് ഒരു 1/2 സ്പൂണും കൂടെ ഗരം മസാലയും കൂടെ ചേർത്ത് ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആഹാ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ തുറന്നൊക്കെ നോക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓ എന്താ ഒരു സ്മെല്ല് ലവലി. ഉണ്ടാ സവോള നമ്മൾ എൻ്റെ മണം പറ്റില്ല ഫ്രൈ ചെയ്തെടുത്തേ. നമ്മുടെ ചിക്കൻ തന്നെ നല്ല ഡാർക്ക് കളറല്ലേ. നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരല്പം മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഒന്ന് തൂളി കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കി. സൈഡിൽ നിന്ന് ചെറിയ കഷ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. ഒരു സംഭവം തന്നെയാണ്. ചപ്പാത്തിയോ പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് കണ്ട ശേഷം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞങ്ങളെ കമൻറ്റുകൾ അറിയിക്കണം. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.